ദ ജേർണലിസ്റ്റിലേക്ക് 2 വർഷക്കാലത്തിലേറെയായി നീണ്ടുനിന്ന അതിതീവ്ര യുദ്ധം പശ്ചിമേഷ്യയെ വല്ലാത്ത ആശങ്കയിലേക്കും കുഴപ്പങ്ങളിലേക്കും എത്തിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുകയാണ്. ആശങ്ക ഒഴിഞ്ഞ സാഹചര്യമാണ്. ഈ വെടിനിർത്തൽ കരാറിൻ്റെ 90% പാലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയതിനാൽ ഗസയിലും വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ വീണ്ടും ഒരു യുദ്ധഭീതി ഉയർത്തുന്ന വിധത്തിലുള്ള നിർണായകമായ ഇടപെടൽ നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നിർബാധം തുടരുന്നുണ്ട് എന്നും ഇറാന് ആണവായുധങ്ങൾ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട് എന്നും ഇസ്രായേലിനെ തകർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള അതിനൂതനമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപകടകരമായ നിലയിലുള്ള ഇറാൻ്റെ ഉയർച്ച തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെതന്യാഹു ട്രംപിനെ കണ്ടു. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള 5ാമത്തെ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഇറാനെ തകർക്കുന്നതിനെക്കുറിച്ചും ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സൈനിക ഇടപെടലുകളെക്കുറിച്ചുമാണ് നെതന്യാഹു പ്രധാനമായും പറഞ്ഞത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്താലും കൂടെ നിൽക്കുമെന്ന് ട്രംപ് പറഞ്ഞതോടെ യുദ്ധകാഹളം ഉയർന്നു തന്നെ വന്നു. തൊട്ടുപിന്നാലെ ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ തങ്ങൾ സന്നദ്ധരാണ് എന്ന നിലയിൽ കടുത്ത പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നതോടെ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു. ഇതിനിടയിൽ ഇന്നലെ ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ആദ്യത്തെ ആക്രമണം ഉണ്ടാവുക, അതിനുള്ള സാധ്യതകളേറെയാണ് എന്ന്. അത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇറാനിൽ നിരവധി ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രദ്ധ തിരിക്കാനായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാവുകയും ഇറാനിലെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ യുദ്ധത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള നീക്കം ഇറാൻ്റെ ഭരണകൂടം നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. ആ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് പേരാണത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്, വീഡിയോ കണ്ടത്. നിരവധി പേർ അതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരിപ്പോഴും പറയുന്നത് ഇറാൻ ഒന്നും ചെയ്യാൻ ശേഷിയില്ല, ഇറാനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നാണ്. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ആ പടുവിഡ്ഢികളോട് സഹതാപം പോലുമില്ല എന്നാണ് പറയാനുള്ളത്. 13 ദിവസം ഇസ്രായേലിനെ വിറപ്പിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്കും ഒരു പ്രശ്നവുമില്ലാതെ മിസൈലുകളും വിക്ഷേപിച്ച് റഷ്യയുടെ സഹായത്തോടെ ഈ യുദ്ധഭീതി നിലനിൽക്കുന്ന സമയത്തും 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ച് തങ്ങളുടെ സൈനിക നീക്കങ്ങൾ വളരെ കൃത്യമാണ്, തങ്ങൾ കരുത്തരാണ് എന്നീ ലോകത്തെ നിരന്തരമായി അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്ന് പറയാൻ ഇപ്പോഴും ഈ ലോകത്ത് വിഡ്ഢികൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ ചിരിയും വരാറുണ്ട്. എന്തായാലും ഇറാനിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പലയിടങ്ങളിലും കൂട്ടക്കൊലപാതകങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഈ നിലവിലെ ഭരണകൂടം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ അവിടെ സംഘർഷത്തിലേക്ക്, കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആ കലാപത്തിന് പിന്നിൽ ഇസ്രായേലും മൊസാദും അമേരിക്കയും ഒക്കെയാണ് എന്ന വാദം ഇറാൻ്റെ ഭരണകൂടത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എങ്കിലും അതിലൊന്നും ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. എന്നാൽ അതേസമയം വീണ്ടും പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുന്ന മറ്റു ചില നിർണായകമായ നീക്കങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അത് ഗസ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഗസയിൽ ഏതാണ്ട് 90% ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ 90% ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതായത് ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കുന്നു. ഇസ്രായേൽ സൈന്യം ഒരു യെല്ലോ ലൈനിൽ അപ്പുറത്തേക്ക് പോകുന്നു. അതിതീവ്രമായ സൈനിക നടപടികളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു. അങ്ങനെ ആദ്യഘട്ടം ഏറെക്കുറെ കുഴപ്പമില്ലാതെ പോവുകയാണ്. പലസ്തീനിയൻ തടവുകാരെ കുറേ പേരെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹമാസും കാര്യമായ ആക്രമണത്തിലേക്ക് പോകുന്നില്ല, ഇസ്രായേലും കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം എന്ന നിലയിൽ ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യുകയും അതിനടുത്ത് പോയി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏതാണ്ട് 400-ലധികം ആളുകളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നതായി കണക്കുകൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു വലിയ യുദ്ധം, വലിയ ആക്രമണം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല. അപ്പോൾ പൊതുവിൽ പണ്ടത്തെ അത്രയും പ്രശ്നങ്ങൾ ഗസയിലില്ല. ഏറെക്കുറെ ശാന്തമായ ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഒരു നീക്കമുണ്ടാകുന്നത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടം നടപ്പാക്കണം എന്നുള്ളതാണത്.
അതായത് ഇസ്രായേൽ തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ പരിപൂർണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ ശ്രമങ്ങളിലാണ്. ആ ശ്രമങ്ങളുടെ ഭാഗമായി ഇനി ഇസ്രായേലിന് വേണ്ടത് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. അതാണ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹമാസിനെ പരിപൂർണമായി നിരായുധീകരിക്കുക എന്നുള്ളതാണ്. ഹമാസിനെ പരിപൂർണമായി നിരായുധീകരിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ പരിപൂർണമായി ഗസ വിട്ടു പോവുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി തന്നെ ഒരു അന്താരാഷ്ട്ര സേനയെ ഗസയിൽ നിയോഗിക്കണം. അതായത് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സൈന്യത്തെ ഗസയിൽ നിയമിക്കണം. ഇൻ്റർനാഷണൽ പീസ് ബോർഡ് രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ, അതിൻ്റെ നിയന്ത്രണത്തിൽ ഈ സൈന്യം പ്രവർത്തിക്കണം. അവർ ഗസയിൽ സമാധാനം തുടരുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അങ്ങനെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പോയാലും ഈ ഒരു സൈനിക സംഘം അവിടെ ഉണ്ടാകും. പിന്നീട് ഗസയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും. അതായത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ തീരുമാനിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഗസയിൽ ഇനി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സൈന്യത്തെ കൊണ്ടുവന്ന് ഹമാസിനെ നിരായുധീകരിച്ച് മുന്നോട്ട് പോവുക എന്ന ഇസ്രായേൽ സമ്മർദ്ദത്തിന് പിന്നിൽ. അത് രണ്ടാം ഘട്ട വെടിനിർത്തൽ നിർദ്ദേശമായി ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ അത്തരമൊരു നീക്കം നടക്കുമ്പോൾ ആ സൈന്യത്തിൽ തങ്ങളും ഉണ്ടാകുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ് തുർക്കി. അതായത് നിലവിൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലയ്ക്ക് നിൽക്കുന്ന ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളുടെ സൈനിക സംഘങ്ങളും ഇക്കൂട്ടത്തിലുണ്ടാകും. പക്ഷേ തുർക്കി പറയുന്നത് ഞങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, തുർക്കി എപ്പോഴും ഗസയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന, പലസ്തീൻ കോസിനെ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. തുർക്കിയുടെ ഭരണാധികാരിയും അറബ് ലീഗിൻ്റെയും അറബ് നേതാക്കളുടെയും ഒക്കെ യോഗത്തിൽ നിരന്തരമായി ഇസ്രായേലിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഗസയെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ, അതായത് യുദ്ധാനന്തരം രണ്ടാം ഘട്ട വെടിനിർത്തൽ പൂർത്തിയാകുമ്പോഴേക്കും അമേരിക്കയും ഇസ്രായേലും പറയുന്നത് മാത്രം കേൾക്കുന്ന, അംഗീകരിക്കുന്ന, അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന സൈനിക സംഘവും ഒരു ഭരണകൂടവും അവിടെ സ്ഥാപിക്കുക എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തുർക്കി രംഗത്ത് വരികയാണ്. തുർക്കി പറയുന്നത് ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ ഞങ്ങൾ ഉണ്ടാകും, ഞങ്ങളതിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ്. അറബ് രാജ്യങ്ങളും അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതിലെന്താണ് കുഴപ്പം എന്നുള്ള നിലപാടിൽ എത്തിയിട്ടുണ്ട്. സൗദി ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തുർക്കി വരുന്നതിൽ എന്താണ് പ്രശ്നമെന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് തുർക്കി ഇങ്ങനെ ഇടയ്ക്ക് കയറി നിന്നാൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പാകാത്ത ഒരു വലിയ സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തുർക്കിയുടെ ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേപടി നടപ്പാകുക എന്നുള്ളത് അപ്രായോഗികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വരികയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. നോക്കുക, കഴിഞ്ഞ 75 വർഷക്കാലത്തോളമായി പലസ്തീനെ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രം എന്ന ഒരു കൺസെപ്റ്റ് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ 75 വർഷത്തിനിപ്പുറവും പലസ്തീനും ഹമാസും പലസ്തീൻ കോസുമൊക്കെ ലോകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഗതികേടിലാണ്. ഹമാസിനെ ഇല്ലാതാക്കും, ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറച്ചിലല്ലാതെ ഇപ്പോഴും പൂർണ്ണമായി അതിലേക്ക് എത്താൻ നെതന്യാഹുവിനും കഴിഞ്ഞിട്ടില്ല. ലോകശക്തികളെന്ന ലോകത്തിന് മുന്നിൽ അഹങ്കരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഒക്കെ എത്ര ശ്രമിച്ചിട്ടും ആ നീക്കങ്ങൾ പരിപൂർണമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് പതിയെ ഗസ പിടിച്ചെടുക്കാനുള്ള, ഗസയിൽ തങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള പലസ്തീൻ രാഷ്ട്രമെന്ന ആ ഒരു കാരണം, ആ ഒരു കോസ് എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയും തുർക്കി മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെയുള്ള സൈനിക നടപടികൾ നടപ്പാക്കാൻ, ഗസയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. അതായത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വരുന്ന സൈനിക സംഘത്തെ കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കിക്കുകയാണെങ്കിൽ അതിന് തങ്ങൾ വഴി തുറക്കില്ല, സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് തുർക്കി. ഇതോടുകൂടി തുർക്കിയും ഇസ്രായേലും നേർക്കുനേർ വരുന്നൊരു സാഹചര്യം അവിടെ വരികയാണ്. അതുപോലെ തന്നെ ഇറാനിൽ സംഘർഷങ്ങളുണ്ട്. ഭരണകൂടത്തിനെതിരെ ഒരു വിഭാഗം തെരുവിൽ ഇറങ്ങുന്നുണ്ട്. ചെറിയ കലാപങ്ങളുണ്ട്. 6-7 പേര് പൊതുവരെ മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇറാൻ്റെ ഭരണകൂടത്തിന് IRGCക്ക് യാതൊരു തരത്തിലുള്ള പിന്നോട്ട് പോക്കുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്തുകൊണ്ട് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ പറയുന്നത്, ഇസ്രായേലിന് ലഭിച്ചൊരു വിവരം എന്താണെന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ക്ഷേമം, അവിടുത്തെ
ദാരിദ്ര്യം, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ പരിഹരിക്കുന്നത് 1, 2, 3 എന്ന കാറ്റഗറികളായിട്ട് ഇറാൻ ഭരണകൂടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളുമൊക്കെ വളരെ ഇരട്ടിയാണ് ഇസ്രായേലിനെതിരായ ആക്രമണം, ഇസ്രായേലിനെതിരായ തിരിച്ചടി എന്ന കാര്യത്തിന് ഇറാൻ ഭരണകൂടം കൽപ്പിച്ചിരിക്കുന്ന വാല്യൂ എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഹൂത്തികളെ നിലയ്ക്ക് നിർത്താനുള്ള ഇസ്രായേലിൻ്റെ ഒരു നീക്കം മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട്. ലോകത്താദ്യമായി സൊമാലിലാൻഡ് എന്ന് പറയുന്ന സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോന്ന ഒരു മേഖലയെ ഒരു രാജ്യമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അങ്ങനെ അതെന്ന് പറയുന്നത് ബാബൽ മന്ദബ് കടലിടുക്ക്, ചെങ്കടലിൻ്റെ ആ ചെറിയൊരു ഇടനാഴി, അതിൻ്റെ ഒരു വശമാണ് ഈ സൊമാലിലാൻഡ്. അതുപോലെ തന്നെ സദേൺ ലെബനനിലും ഇസ്രായേൽ തങ്ങളുടെ മേഖലകൾ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടത്രേ. അങ്ങനെ ഈ കടലിടുക്കിൻ്റെ 2 വശവും ഈ സൊമാലിലാൻഡും ഇസ്രായേലിൻ്റെ കൈവശം വരുന്നത് രാജ്യമായി അംഗീകരിച്ചൊരു ടൈപ്പ് ഉണ്ടാക്കി അവിടെ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഹൂത്തികളുടെ സൈനിക കേന്ദ്രത്തോട് അടുത്ത് കിടക്കുന്ന ഇവിടെ നിന്ന് ഹൂത്തികൾക്ക് നേരെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. അതുപോലെ തന്നെ യമൻ്റെ മറ്റൊരു ഭാഗവും ഇസ്രായേൽ നോട്ടമിട്ടിട്ടുണ്ട്. അവിടെയും ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് അവിടെ നിന്നും ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി വാർത്തകളുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഏത് വിധേനയും പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അജണ്ടകൾ പൂർണ്ണമായി നടപ്പാക്കാനുള്ള വഴികൾ ഓരോന്നായി തേടുമ്പോൾ മറുവശത്ത് അതിന് വിഘാതമായി തുർക്കി വരുന്നു. ഒപ്പം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ വരുന്നു. സ്വാഭാവികമായും ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കാണുന്ന സ്വപ്നങ്ങൾ വീണ്ടും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. തീർച്ചയായും അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്.